പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സെപ്റ്റംബർ 14 നമ്മൾ കുരിശിന്റെ മഹത്വം ആഘോഷിക്കുന്നു. അടുത്ത ദിവസം 15 മറിയത്തിന്റെ വേദനകൾ അനുസ്മരിച്ചുകൊണ്ട് വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ കുരിശിന്റെ മഹത്വത്തെപ്പറ്റി രണ്ടു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ കൊടുത്ത ഈ തലക്കെട്ട് നിങ്ങൾ വായിച്ചു കാണും. കുരിശിൽ ഈശോ മഹത്വീകരിക്കപ്പെട്ടു, എന്നാൽ കുരിശിൽ അവൻ സ്വർഗാരോഹണം ചെയ്തില്ല, ഉയർത്തെഴുന്നേറ്റില്ല. ഈ രണ്ട് സംഭവങ്ങളും വ്യത്യസ്തമാണ് എന്നോർക്കണം. ഞാൻ അടുത്തൊരു കാലത്ത് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടു, ഒരു കുരിശിൽ ഈശോ ഉയർപ്പിക്കപ്പെട്ടവരായി ചിത്രീകരിച്ചിരിക്കുന്നു. ഞാൻ ചിരിച്ചുപോയി. നമുക്കറിയാം വ്യക്തമായിട്ടും യേശുനാഥൻ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. അതിനുശേഷം 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ! ആ കുരിശിലല്ല ഉയർത്തെഴുന്നേറ്റത്. അത് ഇസ്ലാമിക് ചിന്തകൾ ആണ്. അതായത് ഈശോ ക്രൂശിക്കപ്പെട്ടില്ല, അത് കുരിശിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ തിയറി, ആ സിദ്ധാന്തം. നമ്മൾ കത്തോലിക്കൽ, നമ്മൾ ക്രിസ്ത്യാനികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, യേശുവിന്റെ മരണം അതിനുശേഷം 3-ാം ദിവസമാണ് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ ജീവിതം തന്നെ അത് കുരിശിന്റെ പുകഴ്ച ആണ്. ഈശോ കുരിശെടുത്തുകൊണ്ടുള്ള യാത്ര. ഇവിടെ ഈ രണ്ടുപേരെ പറ്റി പറയുമ്പോൾ ഞാൻ പല പ്രസംഗത്തിലും പറയാറുള്ളത് പോലെ, യേശുവിനെ നോക്കുമ്പോൾ നാം കാണുന്നത് രക്തം ചിന്തിയ രക്തസാക്ഷി, മാതാവിനെ നോക്കുമ്പോൾ രക്തം ചിന്താത്ത രക്തസാക്ഷിനി. ഇവർ രണ്ടുപേരെയും നമ്മൾ അനുകരിക്കണം. ഇവർ രണ്ടുപേരെയും പ്രത്യേകം അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഒരു ക്രിസ്ത്യാനി കണിശമായിട്ടും രക്തം ചിന്തിയേ മതിയാവൂ. ഒന്നുകിൽ രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വം വഹിക്കണം, അഥവാ ഹൃദയത്തിൽ ഇതെല്ലാം മാതാവിനെ പോലെ ഒളിച്ചു വെച്ച് എല്ലാം തമ്പുരാൻ സമർപ്പിച്ചുകൊണ്ട്, നമ്മളുടെ ഏറിയ പേരും അങ്ങനെയാണ്, കുരിശുമെടുത്തുകൊണ്ടുള്ള യാത്ര. അങ്ങനെ രക്തസാക്ഷികളാകണം. ക്രിസ്തീയതയിലേക്കുള്ള വിളി നിശ്ചയമായിട്ടും രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളി ആണ്. ഇനിയും യേശുവിന്റെ എല്ലാ പ്രവൃത്തികളും നമുക്കറിയാം, മഹത്വം, പിതാവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിരുന്നു. ജനനവും പൂരോച്ചാടന പ്രവർത്തനങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും അവസാനം താബോർ മലയിൽ വെച്ച രൂപാന്തരീകരണവും എല്ലാം മാനവരാശിക്ക് അവരുടെ മഹത്വം വെളിപ്പെടുത്തലായിരുന്നു. കാരണം മാനവരാശിയുടെ ശരീരം, ജഡമാണ് കർത്താവ് ഏറ്റെടുത്ത് മനുഷ്യനായി തീർന്നത്. അപ്പോൾ മാനവകുലത്തിന്റെ മഹത്വം, നാം മനുഷ്യന്റെ മഹത്വം വെളിപ്പെടുത്തണമായിരുന്നു. അത് യേശുവിലൂടെ ജനനം മുതൽ അവസാനം വരെ വെളിപ്പെടുത്തപ്പെട്ടു. അവസാനം ആ കുരിശിൽ മരിച്ച്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷം വരെയും കർത്താവ് ജീവിച്ചത് മനുഷ്യന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിരുന്നു. അതായത് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തോട് കൂടിയുള്ളവനാണെന്നും ദൈവത്തിന്റെ മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തിന്റെ ഉദ്ദേശം ദൈവത്തോടുകൂടി ജീവിക്കാനാണെന്നും പച്ച മലയാളത്തിൽ പൗലോസ്ലീഹ പറയുന്ന പോലെ അവന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഇത് വിശദീകരിക്കുകയാണ് ഈശോ തന്റെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ക്രൂശിതനെ മറച്ചുവെക്കുന്ന കുൽസിത സിദ്ധാന്തങ്ങൾ ഒരു വിഷയം ഇസ്ലാമിന്റെ സ്വാധീനത്തിൽ നമ്മുടെ തിരുസഭയിലുണ്ട്. നാം അതിനെ ചേർത്ത് മതിയാവും. ക്രൂശിതനായ യേശുവിന്റെ അർത്ഥം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയേ സാധിക്കൂ. അത് കുരിശുരൂപത്തിന്റെ അർത്ഥം പച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ അധ്യായം 3 വളരെ പച്ചയ്ക്ക് പൗലോസ്ലീഹ പറയാണ്, ഭോഷന്മാരായ ഗലാത്യരെ, ഭോഷന്മാരായ മലയാളികളെ, ഭോഷന്മാരായ മലയാളി ക്രിസ്ത്യാനികളെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഹല്ലേലൂയ! അതായത് പൗലോസ്ലീഹ കണ്ടു, പലർക്കും കുരിശിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു.
മഹത്വീകരിക്കപ്പെട്ട കർത്താവിനോടാ കൂടുതൽ ഇഷ്ടം. അത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, അതെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരായോ മണ്ടന്മാരായോ എന്ന് വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഏത് മന്ത്രവാദമാണ്, ഏത് ആഭിചാരമാണ് നിങ്ങളെ ക്രൂശിതനിൽ നിന്നും മാറ്റിയതേ എന്ന്. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ അധ്യായം 1:18 വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്, നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ സഞ്ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഇന്ന് ഏറെ പേർ ഈ കുരിശിന്റെ ശക്തി അനുഭവിക്കുന്നില്ല കേരളത്തിൽ എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. ക്രൂശിതന്റെ ശക്തി അനുഭവിക്കാത്തതിന്റെ ബലഹീനതകൾ വ്യക്തികളിലും കുടുംബങ്ങളിലും, അതെ, സഭയിൽ മൊത്തവും ഞാൻ കാണുന്നവനാണ്. അതുകൊണ്ടാണ് എവിടെ പോയാലും ഞാൻ ഈ പറയുന്നത്, അതെ, കുരിശ് രൂപം ഉണ്ടായിരിക്കണം. രൂപത്തിന്റെ അല്ല പ്രാധാന്യം, ക്രൂശിതൻ ഉണ്ടായിരിക്കണം. ഒരിക്കലും അതെ ക്രൂശിതനെ മാറ്റരുത്. ഒരു കുരിശുരൂപം നമ്മളെ കാണിക്കുന്നത് ക്രൂശിതനെയാണ്. അതുകൊണ്ട് ഈശോ ഇല്ലാത്ത കുരിശിൽ നമുക്ക് ക്രൂശിതനെ കാണാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ രൂപങ്ങൾ ഉപയോഗിക്കുന്നത്, പടങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? സത്യം ഒന്ന് ഗ്രഹിക്കാനാണ്. ഈ സത്യം ഒരു തരത്തിലും മറച്ചു വെക്കരുത്. അത് പൈശാചികമാണ് എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. അതെ, 1 കൊരിന്ത്യർ അധ്യായം 18 പറഞ്ഞതുപോലെ നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ഇത് ഇഷ്ടമില്ലാത്തത്. എന്നാൽ കൃപയിലൂടെ രക്ഷയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ശക്തിയാണ്. ഇത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് മക്കളെ ഇത് ഞാൻ പറയുന്നത്. അതെ, ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 50,000 പേരുടെ ഒരു ധ്യാനം സ്ലൊവേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്. അപ്പോൾ ഒരു ഭൂരോച്ചാരകനായ വൈദികൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അച്ഛാ, പിശാച് നിന്നെ വെറുക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു, അതെ, നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, നീ ഒരു വൈദികനായതുകൊണ്ട്, കൂടുതൽ പ്രത്യേകിച്ച് വചനപ്രഘോഷകനായതുകൊണ്ട് അവന് ഭയങ്കര എതിർപ്പുണ്ട്. അതുകൊണ്ട് അച്ഛന് ആയുധം വേണം ആ പിശാചിനെ തിരക്കുവാൻ. അദ്ദേഹം വെഞ്ചരിച്ച ഒരു ബെനഡിക്റ്റീൻ കുരിശ് എനിക്ക് തന്നു. അന്ന് മുതൽ അതിന്റെ ശക്തി ഞാൻ അനുഭവിക്കുന്ന എനിക്കറിയാം. അതിന്റെ കഴുത്തിൽ എപ്പോഴും കാണുവരണം, എന്റെ കയ്യിൽ കാണും. എവിടെ പ്രസംഗിക്കാൻ പോയാലും മേശപ്പുറത്ത് ഒരു കുരിശുവും വയ്ക്കും. എന്റെ തലയുടെ കീഴിലുമുണ്ട്. കാരണം ക്രൂശിതനെ സ്മരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ മഹത്വം ഒരിക്കലും എടുത്ത് കളയരുത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2 പറയുന്നത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അധ്യായം 3 പൗലോസ് പറയുന്നുണ്ട്. വളരെ കണ്ണീരോടെ പറയുന്നത്. അതായത് പറയാണ് 18 വചനം 3:18, എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. കരഞ്ഞോണ്ട് പൗലോസ് പറയുന്നതാണ് ഈ ഭാഗം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഭൗമികമായി മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഇത് പൗലോസ് പുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാശത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ കൂടെ ആകാതെ പിന്നെയോ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്കായി തീരാം, ക്രൂശിതനെ ബഹുമാനിച്ചുകൊണ്ട്. നമുക്കറിയാം ഇന്ന് ഈ കുരിശിന്റെ മഹത്വത്തെപ്പറ്റി പലർക്കും അറിഞ്ഞുകൂടാ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതേപോലുള്ള പഠനങ്ങൾ വളരെ കുറവാണ് ഇന്നെല്ലായിടത്തും. ഉയർത്തപ്പെട്ട ഈശോ, അതുപോലെ സ്തുതിപ്പ്, ആരാധന, അത്ഭുതങ്ങൾ, രോഗശാന്തികളൊക്കെയാണ്. പാപമോചനത്തെപ്പറ്റിയോ അല്ലെങ്കിൽ വിധിയെപ്പറ്റിയോ നരകത്തെപ്പറ്റിയോ ഒന്നും ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ലാത്ത രീതി. അതുപോലെ വേദന സഹിക്കുക, സഹനത്തെപ്പറ്റി കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. എന്നാൽ യേശുവിന്റെ സുവിശേഷം സഹനത്തിന്റെ ഒരു സുവിശേഷമാണെന്ന് ഓർക്കണമേ. ഓക്കെ, ഞാൻ അല്പം വിശദീകരിക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്നതും പാപത്തിന്റെ വിഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറുന്നതും ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടതുകൊണ്ടാണ്. മൂശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ
തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:14 മറക്കരുത്. അതെ, ഉയർത്തപ്പെട്ട ആ കുരിശിൽ ഉയർത്തപ്പെട്ട ആ യഹൂദന്മാർ ഈശോയെ ആണിയിൽ തറച്ചിട്ട് ആ കുരിശ് നാട്ടി നിർത്തി. നമുക്കറിയാം ആ കുരിശിലേക്കാണ് അതെ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അവിടെയാണ് അതെ നമ്മൾ അവനിലാണ് വിശ്വസിക്കേണ്ടത്. എപ്പോഴാണ് രക്ഷ വരുന്നത്? അപ്പൊ കുരിശ് രക്ഷയുടെ അടയാളം ആണ്. അതെ, രക്ഷയിലേക്കുള്ള ഒരു താക്കോലാണ് കുരിശ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. അതെ, പാപത്തിന്റെ ശമ്പളം മരണം. ഈ മരണമാണ് കുരിശിൽ അവൻ നീക്കിയത് എന്നോർക്കണമേ. അപ്പോൾ പാപത്തിന്റെ മോചനം, പാപത്തിന്റെ ക്ഷമ എല്ലാം നമുക്ക് അവിടെയാണ് ലഭിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. അതെ, നമ്മളെ പ്രതി എങ്ങനെ അവൻ പാപമായി മാറി എന്ന് 2 കൊരിന്ത്യർ 5:21 നിങ്ങൾക്കെല്ലാം അറിയാം. നാം ഓരോരുത്തരും യേശുവിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവൻ പാപമറിയാത്തവൻ, യേശു പാപം അറിഞ്ഞിട്ടില്ല, പാപമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പാപമാണ്, പാപിയായി കാണപ്പെട്ടു. അവൻ പാപം ചെയ്തിട്ടില്ലായിരുന്നവനെങ്കിലും. അതാണല്ലോ യെശയ്യാ പ്രവാചകൻ 54 വായിക്കുന്നത്. അന്നുള്ള ജനങ്ങളെല്ലാം ഓർത്തു, ഇവൻ പാപമാണ് വഹിക്കുന്നത് സ്വന്തം ശരീരത്തിൽ. എന്നാൽ തന്റെ വരാനിരിക്കുന്ന ജനതയുടെ മുഴുവനും പാപങ്ങൾ അവൻ വഹിച്ചുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെയും എന്റെയും പാപങ്ങൾ ആണ് ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപമായും മാറിയത്. മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വചനമാണ് അത്. എങ്ങനെ? നമ്മൾക്ക് മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ചെളി ചാടിയവൻ ചെളിക്കുണ്ടൻ എന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ സമുദ്രത്തിൽ ചാടിയവൻ പാപം ഉള്ളവനായി കാണപ്പെട്ടു. അതാണ് പാപമായി മാറി എന്ന് പറയുന്നത്. ഇനി അതുകൊണ്ടാണ് ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയിലേക്ക് നമുക്കറിയാം, ആ കുരിശിലാണ് ചങ്കു പൊട്ടിയത് നമുക്ക് വേണ്ടി. അവിടുന്ന് ആ ചോര ഒഴുകുന്നു. ആ ചോരയിലാണ് നമ്മൾ കഴുകപ്പെടേണ്ടത്. അവിടെയാണ് കൃപയുടെ അല്ലെങ്കിൽ കർത്താവിന്റെ കരുണയുടെ സമുദ്രം കാണുന്നത്. ആ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടണം നമ്മൾ. ആ മാറോട് ഒട്ടിപ്പിടിച്ചിരിക്കണം. അവിടെ നിന്നൊഴുകുന്ന ആ ജീവരസമാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. സഭ അവിടെ ആരംഭിക്കുന്നത്, ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതും ഈശോയുടെ കുരിശിലാണ്, ഈശോയുടെ മുറിയപ്പെട്ട ഹൃദയത്തിലാണ്. ഇവിടെ കുരിശിന്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമേ. അതുകൊണ്ടാണ് നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ അവൻ ചങ്കു മുറിച്ചത്. ആ ചങ്കിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് കുരിശ് രൂപത്തെ നോക്കുമ്പോൾ. ഇനിയും നമുക്കറിയാം, യേശു ആ കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്കായി സ്വർഗം തുറന്നുവെന്ന്. അപ്പോൾ സ്വർഗം തുറക്കുന്ന താക്കോൽ എന്ന് പറയുവാൻ കാരണം അതാണ്. നമുക്കറിയാം, സ്വർഗത്തിന്റെ പറുദീസായുടെ താക്കോൽ പൂട്ടപ്പെട്ടിരുന്നു, പൂട്ടിയിരുന്നു. നമുക്കറിയാം, ഈശോയുടെ മരണത്തോടുകൂടിയാണ് ആ പൂട്ട് തുറക്കപ്പെട്ടത്, പറുദീസ തുറക്കപ്പെട്ടത്. ആ പറുദീസ ആണ് ഹൃദയത്തിൽ നമ്മൾ കാണേണ്ടത്. ആ ഹൃദയത്തിലൂടെയാണ് നമുക്ക് പറുദീസയിലേക്ക് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് താക്കോൽ എന്ന് പറഞ്ഞത്. ഇനിയും കർത്താവ് യേശു പറഞ്ഞല്ലോ, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മത്തായി 28:18 നമ്മൾ വായിക്കുന്നുണ്ട്. സർവ്വ അധികാരങ്ങളും കർത്താവിന് കിട്ടിയതും ആ കുരിശിൽ വെച്ചാണ് എന്നോർക്കണമേ. ഇനി ആ കുരിശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധിക്കും, അന്ധകാര ആധിപത്യത്തിൽ നമുക്ക് മോചനം കിട്ടുന്നു അവിടെയാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വളരെ വ്യക്തമായിട്ടും. അതായത് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് അവനിലാണ്, അവന്റെ ക്രൂശിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. എന്നിട്ട് അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചു. കൊളോസോസ് 1:13 നമ്മൾ വായിക്കുന്നു. കൊളോസർ 1:13. ഇനിയും ആ കുരിശിനോട് കൂടിയാണ് നമുക്കൊരു യോജിപ്പ്, സ്നേഹം വന്നത്. മനോഹരമായ വാക്കുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കുരിശിന്റെ മഹത്വം എന്ത് എന്ന് എഫേസോസ് 2:16 മുതൽ ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും
അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവരിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണേ, നമ്മുടെ മഹത്വം എന്തേ എന്ന്, കുരിശിലൂടെ കൈവരുന്ന മഹത്വം എന്തേ എന്ന് ശത്രുതയെല്ലാം തകർത്തു, ശത്രുവിന് തലയെ തകർത്തു. അതുകൊണ്ടാണ് നമ്മൾ ശിലുവാന ശ്ലീഹായുടെ അടയാളത്താലെ എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താനമാലാഹ ചെല്ലുമ്പോഴും 3 തവണ ത്രിത്വസ്തുതി ചൊല്ലി കുരിശു വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കിടക്കാൻ പോകുമ്പോഴും തലേണയിലും മെത്തയിലൊക്കെ കുരിശു വരയ്ക്കുന്നത്. കുരിശു വരയ്ക്കുമ്പോൾ പിശാച് ഓടിപ്പോകും. പിശാച് വെറുക്കുന്ന ഏക കാര്യം ഞാൻ പറയും കുരിശാണ്. കുരിശിലാണ് അവന്റെ തല തകർക്കപ്പെട്ടത്. അതുകൊണ്ട് യേശുവിനോട് ഒത്തു നിൽക്കുവാൻ, നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ, പരാജയപ്പെടുത്തുവാനുള്ള വലിയ വലിയ ഒരു വെപ്പൺ, ആയുധം ആണ് കുരിശ്. ഇതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണമേ. നമുക്കറിയാം വിശുദ്ധരുടെ സഹപൗരരാക്കി മാറ്റിയത് ആ കുരിശിലെ ബലിയിലൂടെ, ആ കുരിശിലൂടെ ആണ് എന്ന്. ആ കുരിശിന്റെ മഹത്വം നമ്മൾ ദർശിച്ചേ മതിയാവൂ. ഇനി മാത്രമല്ല, മാനസികവുമോ ശാരീരികവുമായ സൗഖ്യം കിട്ടുവാൻ നമുക്കറിയാം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറി നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 2:24 നമ്മൾ മുൻകൂട്ടി വായിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 8:17 നമ്മുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുക്കുകയും അവൻ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. കുരിശിലെ ആ ശരീരത്തിലാണ് നമ്മുടെ ആന്തരിക ബന്ധനങ്ങൾ, ആന്തരിക മുറിവുകൾ, ആന്തരിക അസ്വസ്ഥതകൾ, വേദനകൾ, തേങ്ങലുകൾ, ആകുലതകൾ എല്ലാം ഏറ്റെടുത്തത്. അതാണ് അവിടെ കിടന്നുകൊണ്ട് പിതാവേ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചതും. അത് കാരണം പിതാവിൽ നിന്ന് അവന് അകന്നിരിക്കുന്ന അനുഭവം ഉണ്ടായി. പാപം ചെയ്യുമ്പോൾ അനുഭവം അതാണ്, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക. അതങ്ങോട്ട് സഹിക്കാൻ മേലാഞ്ഞു. അതുകൊണ്ടാണ് മതി മതി. കർത്താവ് ഗെത്സമനി മുതൽ പറഞ്ഞ് എനിക്ക് പറ്റുകയില്ല എന്ന്. കൈകാലുകളുടെ മുറിവ് സഹിക്കാനുള്ള വേദനയല്ല, ആണിയുടെ വേദനയല്ല, രക്തം ഒഴുകുന്ന വേദനയല്ല, പിന്നെയോ പിതാവിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥ, പാപിയുടെ അവസ്ഥ അതാണ്. അത് ഏറ്റെടുത്തത് കുരിശിലാണേ. അത് ഓർക്കണമേ. നമുക്കും ഉണ്ടാകുന്ന അനുഭവം അതാണ്. അപ്പോൾ നമ്മൾ പാവം ചെയ്ത് ദൈവത്തിൽ അകന്നിരിക്കുമ്പോൾ ആ ക്രൂശിതനെ നോക്കിക്കൊണ്ട് നാഥാങ്ങ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. അവിടെയാണ് ശാന്തി വരുന്നത്, സമാധാനം കൈവരുന്നത്. അവിടുന്നൂടെ വേണം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക്, ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകാൻ. നമുക്കറിയാം ശത്രുതയും വഴക്കും യുദ്ധവും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് ക്രൂശിതന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാധാനം കൈവരിക്കുന്ന കുരിശ്, ആ കുരിശിനാണ് നമ്മൾ വർണ്ണിക്കുന്നത്, ചുംബിക്കുന്നത്. ഋഷ്യപ്രോട്ടസ്റ്റന്റുകാർ പറയും വിഗ്രഹാരാധനയാണെന്ന്. ഇല്ല, ഞാൻ ആ കുരിശി നടക്കുന്ന ആ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു കുരിശുത്തെ മുത്തുമ്പോൾ എന്റെ യേശുക്രിസ്തുവിനെയാണ് ഞാൻ മുത്തുന്നത്. ഹല്ലേലൂയ. എന്നെ മരണം മൂലം വേർപെട്ടു പോയ എന്റെ അപ്പന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ചുംബിക്കുന്ന പോലെ തന്നെ. അല്ല, കവിഞ്ഞൊന്നുമില്ല. ഇത് അതിൽ തന്നെയല്ല, ഈ കുരിശുരൂപം അതിൽ തന്നെയല്ല, അത് വിഗ്രഹമാണ്. എന്നാൽ അതിന്റെ പിമ്പിലുള്ള ജീവിക്കുന്ന കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കുരിശിൽ നേടിത്തന്ന മഹത്വം ഞാൻ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയ പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങളെ, അതൊക്കെ കത്തോലിക്ക കുരിശിനെ വണങ്ങി അത് മുത്തുന്നു, അത് വിഗ്രഹാരാധന എന്ന് പറയാതിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആ ശാരീരികമായ സൗഖ്യം വേണമോ, ആന്തരികമായ വിമോചനവും സൗഖ്യം വേണമോ, നമുക്ക് കുരിശിലേക്ക് വരാം. ഇന്ന് കരിസ്മാ നവീകരണത്തിലൂടെ ധാരാളം പേർ ആന്തരിക സൗഖ്യം, ശാരീരിക സൗഖ്യം ഒക്കെ നേടുന്നു. അതെല്ലാം നേടുന്നത് ആ ക്രൂശിതനിലൂടെയാണ്. ഇനിയും ഇതിനും ഒരുപരിയായി ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ക്രൂശിതനെ കുരിശൂപത്തിൽ മാത്രം കണ്ടാൽ പോരാ, അതിൽ കൂടുതലായിട്ട് ദിവ്യബലിയിൽ. കാരണം പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്തോസ് 11:26 വ്യക്തമായി പറയുന്നു, വിശുദ്ധ കുർബാന അഥവാ ദിവ്യബലി എന്ന് പറയുന്നത് കാൽവരിയിലെ കർത്താവിന്റെ മരണമാണ് എന്ന്. ഹല്ലേലൂയ. അതിന്റെ പ്രഖ്യാപനമാണ്. ആ കുരിശുമരിയയിൽ നടന്ന സംഭവം നമുക്കിന്ന്
അത് അനുഭവം ആക്കി തരുന്നതാണ് ബലി എന്ന് പറയുന്നത്. ആ ബലി ആവർത്തിക്കാൻ പറ്റില്ല. അൾത്താരയിലെ ബലി, പഴയ ആ ബലി, കർത്താവ് അർപ്പിച്ച ബലിയുടെ പുനരാവർത്തനം അല്ല, തുടർച്ചയാണ്. നമുക്കത് മേക്കിംഗ് ഹിസ് പ്രസൻസ് ടു us alive. ആ കുരിശ് നമുക്ക് ഇന്ന് സജീവമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓർക്കണമേ, ആ യഥാർത്ഥ ആ കാൽവരിയിലെ ബലി കർത്താവ് തുടരുകയാണ് പിതാവിന്റെ വലത്തുഭാഗത്ത്. നിത്യതയിലെ ബലി, പിതാവിന്റെ അടുത്ത് നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥനാണ് അവിടുന്ന്. അവനെയും കാണാൻ കഴിയുന്നത് ദിവ്യബലിയിലാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ക്രൂശിതന്റെ മഹത്വം നമ്മൾ ധ്യാനിക്കണം. ഒരു കുരിശുയോഗം നമ്മളെ സഹായിക്കും ധ്യാനിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് കുരിശുയോഗത്തെ പറ്റി ഞാൻ പറയുന്നത്. എന്നാൽ അതിനുമുപരിയായി പ്രിയമുള്ളവരെ, എന്നും പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക. അവിടെ നമുക്ക് വേണ്ടി ക്രൂശിതനാകുന്ന ഈശോയെ കാണുക. ആ ആത്മന ആ സ്വർഗീയ ബലിയിൽ പങ്കുകൊള്ളുക. ഒരു വൈദികൻ, ഏത് വൈദികനുമായിരിക്കട്ടെ, ഇതെന്റെ ശരീരമാകുന്നു പറയുമ്പോൾ ആ കുരിശിൽ ഏതെല്ലാം വേദനകളും പാപങ്ങളും രോഗങ്ങളും എല്ലാം ഏറ്റെടുത്തുവോ ആ ശരീരമായി തീരുന്നു അപ്പം. നമുക്കറിയാം, ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു, ഒരു വസ്തുഭേദം സംഭവിക്കുന്നു, യേശുവിന്റെ ശരീരമായി മാറുന്നു നമ്മൾ പറയുന്നു. യേശുവിന്റെ കുരിശിലെ ശരീരമാണ് അവിടെ. ആ കുരിശിലാണ് പാപം ദഹിച്ചത്, പിശാചിനെ തോൽപ്പിച്ചത്, അതുപോലെ രോഗങ്ങളെല്ലാം സുഖമാക്കിയത്, ആന്തരിക സൗഖ്യം തന്നത്, പുതിയ ജീവിതം നൽകിയത്, ആത്മീയ ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെട്ടത്. ഇത് സംഭവിക്കുകയാണ് ആ ബലിയില്. ഈ ബലി കൂട്ടിച്ചേർക്കപ്പെടുന്നത് ആ സ്വർഗത്തിലെ ഈശോയുടെ, യേശുവിന്റെ സ്വർഗീയ ബലിയോട് ചേർന്നുകൊണ്ടാണ്. ഇതാണ് ധ്യാനിക്കേണ്ടത് ഈ കുരിശിന്റെ മഹത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ. ഞാൻ ഈ തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു. 14-ാം തീയതി കുരിശിന്റെ പുകഴ്ച, മഹത്വീകരണം. പിറ്റേ ദിവസം വ്യാകുലമാരാവിന്റെ തിരുനാൾ. അത് നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഞങ്ങളുടെ MSF സഭയുടെ മധ്യസ്ഥയാണ് വ്യാകുലമാരാവ്. നിങ്ങൾക്ക് കാരിശ്വാനി കാണാൻ സാധിക്കും. വലിയ ഒരു സ്വരൂപം ഉണ്ടാക്കി വരിക്കുന്നത്, മാതാവിന്റെ മടിയിൽ ഈശോയെ കടത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മാതാവിനെ പോലെ ആകാനാണ് നമ്മൾ ഭൂരിപക്ഷവും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനുദിന കുരിശുകൾ, സഹനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്ത് യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അതാണ് ക്രിസ്ത്യ ജീവിതം. ഒരു വശങ്ങളിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഭൂരിപക്ഷം പേരും ആ അനുകരണമാണ് ആവശ്യം. എന്നാൽ ചുരുക്കം പേർ, ഇന്ന് നമുക്കറിയാം, ആഫ്രിക്കയിലും മറ്റ് ഏഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തലവെട്ടുകയും രക്തം ചിന്തുകയും അങ്ങനെ രക്തസാക്ഷികൾ ആകുന്നുണ്ട്. നമ്മുടെ നാട്ടിലോ സംഭവിച്ചും കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടു തരത്തിലുള്ള രക്തസാക്ഷിത്വവും ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിരുന്നു വരാം. നമുക്ക് തയ്യാറായിട്ടിരിക്കാം. ക്രൂശിതനായ യേശുവിൽ നമുക്ക് ശക്തി കണ്ടെത്താം, കൃപ കണ്ടെത്താം. നമുക്ക് ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ചെറിയ ചിന്താശകലം മാത്രം ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണമുണ്ട് കർത്താവേ, ഞാനിപ്പോൾ ക്രൂശിതന്റെ മഹത്വീകരണത്തെപ്പറ്റിയാണ്, കുരിശിന്റെ മഹത്വീകരണത്തെപ്പറ്റിയാണ് ഈ മക്കളോട് ചെറിയ ഭാഷയിൽ സംസാരിച്ചത്. കാര്യമുള്ള കർത്താവേ, കുരിശിലേക്ക് കടന്നു വരുവാൻ ഇവരെയൊക്കെ കൃപ കൊടുക്കണമേ. അനുദിനം കുരിശുമെടുത്ത് പിന്നാലെ പോകുവാനാണല്ലോ അങ്ങ് ഇവരോരോരുത്തരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കർത്താവേ, ആ കുരിശിൽ നിന്നുള്ള കൃപ ഒഴുകിയാലേ സാധിക്കൂ. കുടുംബജീവിതം, ഒരു വിശ്വസമൂഹത്തിലെ ജീവിതം എല്ലാം കുരിശായി തീർന്നിരിക്കുന്ന പരിചയമുണ്ട്. രോഗത്താൽ വലയുന്നവര്, പട്ടിണിയാൽ വലയുന്നവര്, സാമ്പത്തിക ബുദ്ധിമുട്ടാൽ വലയുന്നവർ, അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തിരസ്കരിച്ച് മാറ്റി നിർത്തുന്ന റിജക്ഷൻ ഫീലിംഗും ഭയവും എല്ലാം ഉണ്ടവർ, ഭാവിയെപ്പറ്റിയുള്ള ഭയമുള്ളവരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ആന്തരിക സൗഖ്യം അങ്ങേ ആ കുരിശിൽ, ആ മുറിവിലൂടെ നൽകണമേ. ഇവർക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവേ, ആ മുറിവുകളിലേക്ക് ഇവരെ സമർപ്പിക്കുന്നു. ഞാൻ ധാരാളം രോഗികളെയും കാണുന്നുണ്ട്. വലിയ രോഗങ്ങളുള്ളവർ, തളർച്ചയുള്ളവർ, ക്യാൻസർ രോഗമുള്ളവർ, വലിയ വാതരോഗമുള്ളവർ, ഇങ്ങേയറ്റം കോമായിൽ കിടക്കുന്നവർ, ബോധമില്ലാതെ കിടക്കുന്നവരൊക്കെ കാണുന്നു. ഇവരെല്ലാവരെയും അങ്ങേ ആ കുരിശിലേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, കുരിശിന്റെ ആ മുറിവുകളിലൂടെ ഇവരെ സുഖപ്പെടുത്തണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷ കണ്ടെത്തുവാൻ, സൗഖ്യം കണ്ടെത്തുവാൻ, കൃപ കണ്ടെത്തുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ. ഈശോ ആ കുരിശിലെ ഹൃദയത്തിലെ ആ മുറിവിലേക്ക് ഇവർ ഓരോരുത്തർ അർപ്പിക്കുന്നു. അതാണല്ലോ സ്വർഗത്തിലേക്കുള്ള വാതിൽ. ആ വാതിലിലേക്ക് അർപ്പിക്കുന്ന കർത്താവേ, കൃപയൊഴുകട്ടെ, ഇവർ രക്ഷിക്കപ്പെട്ടവരായി തീരട്ടെ അങ്ങയുടെ കുരിശിനാൽ. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മഹത്വകൃതനായ കർത്താവേ, കുരിശിന്റെ മഹത്വം ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും, നിങ്ങളുടെ ചാർച്ചക്കാരെയും ബന്ധക്കാരെയും എല്ലാം യേശുനാഥന്റെ കുരിശിലെ 5000-ൽ പരം മുറിവുകളിലേക്ക്, പ്രത്യേകിച്ച് ആ ഹൃദയത്തിന്റെ മുറിവിലേക്ക് ഞാൻ അർപ്പിച്ച്, മാതാവിന്റെ മധ്യസ്ഥയിലൂടെ, സകല വിശുദ്ധരുടെയും മധ്യസ്ഥയിലൂടെ ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുന്നു, വിശുദ്ധീകരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.